ഹായ് ഗൈസ്, ഇന്ന് വിഷു ആണ്. സോ ഇത് അപ്ലോഡ് ചെയ്യുമ്പോഴേക്കും വിഷു ഒക്കെ കഴിഞ്ഞൊരു 3-4 ദിവസമൊക്കെ ആയി കാണും. പക്ഷേങ്കിലും വിഷു ആയതുകൊണ്ട് ഹാപ്പി വിഷു. ഇന്ന് ഞങ്ങളുടെ തറവാട്ടിൽ നടക്കുന്ന പരിപാടി എന്തൊക്കെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇന്ന് വീഡിയോ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. എനിക്കിതിനെപ്പറ്റി വലിയ ധാരണയൊന്നുമില്ല, പക്ഷെ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. അങ്ങനെ രാവിലെ തന്നെ താളിയൊക്കെ പറിച്ച് ഞങ്ങൾ നേരെ പുഴയിലോട്ടാണ് പോയത്. വിഷുവിന്റെ തലേന്ന് വിഷുവിന്റെ പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അത്യാവശ്യം തുണി അലക്കാനായിട്ടുണ്ടായിരുന്നു. ഇപ്പൊ കണ്ട് ചെറിയ 2 ബക്കറ്റുകളിൽ ഏതെങ്കിലും ഒന്നിൽ തുണി നിറഞ്ഞു കഴിഞ്ഞാൽ അമ്മയ്ക്ക് അത് ഒരുപാട് തുണി ഉള്ളതുപോലെയാണ്. ഇപ്പൊ പിന്നെ വേനൽക്കാലം കൂടെ ആയതുകൊണ്ട് തോട്ടിൽ വെള്ളം കുറവായിരിക്കും, അതുകൊണ്ടാണ് പുഴയിലോട്ട് അലക്കാനൊക്കെ ആയിട്ട് വന്നത്. അങ്ങനെ അലക്കിയൊക്കെ കഴിഞ്ഞ് കുളിച്ച് ഫ്രഷായി ഞങ്ങൾ എങ്ങോട്ടാണ് നേരെ പോയത്? അടുക്കളയിലോട്ട്. എന്റെ പ്രായത്തിലുള്ള എല്ലാവർക്കും പച്ചക്കറി എരിയ, പാത്രം കഴുകുക, കിണറ്റിൽ നിന്ന് വെള്ളം വലിക്കാൻ തുടങ്ങിയിട്ടുള്ള സൈഡ് പണികളാണ് തരാറ്. ഭക്ഷണം ഉണ്ടാക്കുന്നതും വിളമ്പുന്നതും ഒക്കെ അമ്മമാരും ചേച്ചിമാരും ഒക്കെ ആയിരിക്കും. ഞാനതിനിടയിൽ പച്ചക്കറി എരിയുന്നു വീഡിയോ എടുക്കുന്നു, ഇത് തന്നെയായിരുന്നു. ഇന്ന് ഇവിടെ 32+ കുടുംബങ്ങൾക്കുള്ള ഭക്ഷണമാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് രാവിലെ തന്നെ എല്ലാവരും കുളിച്ച് റെഡി ആയിട്ട് ഇങ്ങോട്ട് വരും. എന്നിട്ട് ചേച്ചിമാരും അമ്മമാരും ഒക്കെ ഉച്ചക്കത്തേക്കുള്ള ഭക്ഷണവും ഉണ്ടാക്കും. ചേട്ടന്മാരും അച്ഛന്മാരും ഒക്കെ കൈനീട്ടം കൊടുക്കാനുള്ളതും വൈകുന്നേരത്തേക്കുള്ള വെടിക്കെട്ടിനുള്ളതും ഒക്കെ ശരിയാക്കും. ഇവിടെ വെളുപ്പിന് ഒരു 4-4:30 ആകുമ്പോഴേക്കും പിള്ളേരെല്ലാവരും വിഷുക്കണിയായിട്ട് എല്ലാ വീടുകളിലും ചെല്ലും. ഇനി ഏതെങ്കിലും വീടുകളിലെ ആൾക്കാർ എഴുന്നേറ്റില്ല എന്നുണ്ടെങ്കിൽ ചെണ്ട പൊട്ടിയും പടക്കം പൊട്ടിച്ചൊക്കെ എഴുന്നേൽപ്പിക്കും. എന്നിട്ട് അവർ വിഷുക്കണി കാണിച്ചിട്ട് വരും. ഇവരുടെ ഒച്ചപ്പാടും പടക്കം പൊട്ടിക്കലൊക്കെ കേട്ടിട്ടാണ് ഞാനും എഴുന്നേറ്റ് രാവിലെ വിഷുക്കണി കണ്ടത്. അങ്ങനെ ഓരോ വീടുകളിലും ചെന്ന് കണി കാണിക്കുമ്പോൾ കിട്ടുന്ന കൈനീട്ടം അവർ ഇവിടുത്തെ ദൈവത്തിന് സമർപ്പിക്കുകയും ചെയ്യും. ചെറുപ്പത്തിൽ ഞാൻ അടക്കമുള്ള ഇവിടുത്തെ പിള്ളേര് കൃഷ്ണനും രാധയൊക്കെ ആയിട്ട് ഒരുങ്ങിയിട്ട് ഞങ്ങളാണ് കണിയായിട്ട് നിൽക്കുന്നത്. വിഷുവിന് മുൻപായിട്ട് ഞങ്ങളുടെ തന്നെ എല്ലാ വീടുകളിൽ നിന്നും നിശ്ചിത തുക പിരിച്ചിട്ടാണ് ഇവിടെ വൈകിട്ട് വെടിക്കെട്ട് നടത്തുന്നത്. മരണം പോലുള്ള തടസ്സങ്ങളൊന്നും ഇല്ലാത്ത പക്ഷം ഇവിടെ എല്ലാ വർഷവും ഇതുപോലെ ചടങ്ങുകളും പരിപാടികളൊക്കെ നടത്തി വരാറുണ്ട്. ഇവിടുത്തെ രാവിലത്തെ ചടങ്ങ് എന്താന്ന് വെച്ചാൽ വിഷു കൈനീട്ടം കൊടുക്കൽ വാങ്ങലാണ്. പൈസയൊന്നും അല്ല കേട്ടോ, വെറ്റില് കണക്കെയാണ് ഞങ്ങളുടെ വിഷു കൈനീട്ടം. ഇവിടെയുള്ള ചെറുതു മുതൽ വലുത് വരെയുള്ള എല്ലാ ആൾക്കാരും രാവിലെ വന്ന് കൈനീട്ടമൊക്കെ മേടിച്ചിട്ട് പോകും. പിന്നെ ഞങ്ങളുടെ അമ്പലത്തിന്റെ ഭയങ്കരമായ പ്രത്യേകത എന്താണെന്നറിയോ? ഞങ്ങൾക്ക് മത്സ്യമാംസാദികൾ കഴിച്ചും അമ്പലത്തിലോട്ട് കയറാം. പിന്നെ മിക്കയിടത്തും പോലെ ഇവിടുത്തെ ചടങ്ങുകളും കാര്യങ്ങളൊക്കെ നടത്തുന്നത് ഇവിടുത്തെ പുരുഷന്മാരാണ്. സ്ത്രീകൾക്ക് പോയി തൊഴുത് കൈനീട്ടം വാങ്ങിച്ച് വന്നാൽ മതി. പക്ഷെ അടുക്കള പണികൾ സ്ത്രീകൾ തന്നെയാണ് ചെയ്യുന്നത്. പിന്നെ വിഷുവിന്റെ തലേന്നും അന്നും പിറ്റേന്നും ഒക്കെ ആയിട്ട് ഇവിടെ നേർച്ച കൊടുക്കുന്ന ഒരു ചടങ്ങ് കൂടി ഉണ്ട്. നേർച്ച എന്ന് പറഞ്ഞാൽ എല്ലാ വർഷവും മുടങ്ങാതെ നമ്മുടെ കുടുംബത്തിന് നല്ലത് വരാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന നേർച്ചയുണ്ട്. അതുപോലെ തന്നെ എന്തെങ്കിലും കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നേർച്ച പറഞ്ഞിട്ട് അത് കൊടുക്കുന്ന ചടങ്ങ് കൂടി ഉണ്ട്. ഈ തറവാട്ടിലുള്ള ആൾക്കാർ മാത്രമല്ല കേട്ടോ, പുറത്തുനിന്നുള്ള ആൾക്കാരും എല്ലാ വർഷവും ഇവിടെ വിശ്വാസത്തിന്റെ പേരിൽ വന്ന് നേർച്ച കൊടുക്കാറുണ്ട്. ഞാൻ ഒരിക്കൽ പോലും നേർച്ച പറഞ്ഞിട്ടില്ലെങ്കിലും എന്റെ പേരിൽ എല്ലാ വർഷവും ഇവിടെ നേർച്ച കൊടുക്കാറുണ്ട്. കാരണം എന്താ, അമ്മ എന്റെ പേരിൽ നേർച്ച പറയും. എല്ലാ തവണയും ഞാൻ നന്നായി പഠിച്ച് പാസ്സാവണേന്ന് പറഞ്ഞിട്ടാണ് നേർച്ച പറയാറ്. ഇനി എനിക്ക് എവിടെയെങ്കിലും ജോലി കിട്ടണമെന്ന് പറഞ്ഞിട്ടായിരിക്കും അടുത്ത നേർച്ച. ഇവിടെയുള്ള അമ്പലത്തിലും തൊഴുത് കൈനീട്ടവും വാങ്ങിച്ച് നേർച്ചയും കൊടുത്തിട്ട് വേണം വീട്ടിൽ ചെന്ന് ബാക്കി ഭക്ഷണം ഉണ്ടാക്കാൻ സഹായിക്കാൻ. വിഷു പ്രമാണിച്ച് ഇവിടെയുള്ള ആൾക്കാർ തന്നെയാണ് കൂടുതലും നേർച്ച കൊടുക്കുക. ബഹുഭൂരിഭാഗം പേര് ഇന്ന് തന്നെ കൊടുക്കുന്നതുകൊണ്ട് അത്യാവശ്യം നേർച്ച ഇന്ന് ഇവിടെ ചെയ്തു തീർക്കാനുണ്ടാവും. ഇങ്ങനെയുള്ള പരിപാടികളും ചടങ്ങുകളും ഒക്കെ ഇവിടെ വിഷുവിന് മാത്രമല്ല കേട്ടോ, ഓണത്തിനും ഉണ്ടാവും. ഓണത്തിന്റെ അന്ന് രാവിലെ ഈ അമ്പലത്തിൽ എല്ലാവരും വന്ന് തൊഴുത് ഉച്ചയാകുമ്പോൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് വൈകിട്ട് നല്ല ഗെയിമുകളൊക്കെ കളിച്ചിട്ടാണ് എല്ലാവരും വീട്ടിലോട്ട് പോവാറ്. വിഷുവിന് വൈകിട്ട് വെടിക്കെട്ട് മാത്രമല്ല സ്റ്റേജ് പ്രോഗ്രാമും നടത്താറുണ്ടായിരുന്നു. ഇത്തവണ എന്തോ ഇല്ല. ഈ അമ്പലമൊക്കെ ഒന്ന് പുതുക്കി പണിയുണ്ട്, അതൊക്കെ കഴിയുമ്പോൾ സെറ്റ് ആക്കുമായിരിക്കും. ഇവിടെ ഇത്ര പേരെ കാണുന്നുള്ളെങ്കിലും വൈകുന്നേരം ആകുമ്പോഴേക്കും ഇതിലും ആൾക്കാരുണ്ടാവും. കാരണം എന്താ, വെടിക്കെട്ട് കാണാൻ. ഇനി ഞാൻ നിങ്ങൾക്ക് ഇവിടെയുള്ള ചടങ്ങുകളും പ്രാർത്ഥനകളൊക്കെ കാണിച്ചു തരാം. കൈയൊക്കെ
ട്രെയിൻ ഓടിക്കുവാണോ ചേച്ചി? എങ്ങോട്ടാ ഈ ട്രെയിൻ? എങ്ങോട്ടാ? ഓ, ഇന്ത്യയിലോട്ടാണോ? ഇപ്പൊ ഇതെവിടെ? സ്ഥലം എവിടെയാ? കണ്ണൂര്. കണ്ണൂരിന്ന് ഇന്ത്യയിലോട്ടാണ് പോകുന്നത്. ഓക്കെ 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 ഓക്കെ, എങ്കിൽ ശരി, ബൈ. അങ്ങനെ അമ്പലത്തിലെ ചടങ്ങെല്ലാം കഴിഞ്ഞ് ഇവിടെ വന്നപ്പോഴേക്കും പിള്ളേരൊക്കെ അവരുടേതായ ലോകത്തായിരുന്നു. അപ്പോഴേക്കും ഉച്ചയ്ക്കുള്ള സദ്യയൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഇവിടെ കൊടുക്കുന്ന സദ്യ ഒന്നുമല്ല, ശരിക്കുള്ള സദ്യ എന്താന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയത് വളരെ വൈകിയാണ്. അല്ലെങ്കിൽ മത്സ്യമാംസാദികളുള്ളതിനെ നമ്മളെങ്ങനെ സദ്യ എന്ന് വിളിക്കും? തൽക്കാലം നമുക്കിതിനെ ഊണെന്ന് വിളിക്കാം, അതായിരിക്കും നല്ലത്. ഇവിടെ പ്രായമായിട്ടുള്ളവർക്കും ഇലയിട്ട് ഭക്ഷണം കഴിക്കാൻ പറ്റാത്തവർക്കും നമ്മൾ ഇതുപോലെ പ്ലേറ്റിൽ കൊണ്ടുപോയി ഭക്ഷണം കൊടുക്കും. അല്ലാത്തവരിതേ തറവാടിന് ചുറ്റും ഇലയിട്ട് അങ്ങിരിക്കും. ഒറ്റ തവണ കൊണ്ടൊന്നും ഇവിടെ എല്ലാവർക്കും ഭക്ഷണം കൊടുത്ത് കഴിയില്ല, 2-3 തവണയൊക്കെ ഇരിക്കേണ്ടി വരും. ഒരാൾ കഴിച്ചു തരുന്ന കാര്യമല്ല കേട്ടോ, എല്ലാവരും കഴിച്ചു തരുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. എല്ലാവരും ഫേസ് കാണുമ്പോഴേ അറിയാം ഒരുമിച്ചിരുന്ന് കഴിക്കുന്നതിന്റെ സന്തോഷം. എന്താണേലും നമുക്ക് ഇനി ഇവരെല്ലാം ഭക്ഷണം കഴിക്കുന്നത് കാണാം. അങ്ങനെ ആദ്യം വിളമ്പി കൊടുത്തവരൊക്കെ രണ്ടാമത്തെ തവണ ഇരിക്കുകയും ചെയ്തു. ആദ്യം ഇരുന്ന് കഴിച്ചവരെല്ലാം രണ്ടാമത്തെ ഇരുന്നവർക്ക് വിളമ്പി കൊടുക്കുകയും ചെയ്തു. ഈ സമയത്ത് എല്ലാവർക്കും ഭയങ്കര തിരക്കായിരിക്കും. കാരണം ഇവിടുത്തെ പണികളൊക്കെ തീർത്തിട്ട് വേണം അവർക്ക് അവരുടെ വീട്ടിൽ ചെന്നിട്ട് അവരുടേതായ തിരക്കുകളൊക്കെ തീർത്തിട്ട് കുളിച്ച് ഫ്രഷ് ആയിട്ട് ഇങ്ങോട്ട് തന്നെ വരാൻ. കാരണം എന്താ, വെടിക്കിട്ട് കണ്ട് വീഡിയോ എടുത്തോണ്ട് നടന്നുകൊണ്ട് ലാസ്റ്റ് ഇരുന്ന് ഭക്ഷണം കഴിച്ചവരുടെ കൂടെ ഇരുന്നുകൊണ്ടാണ് ഞാനും കഴിച്ചത്. എന്തൊക്കെ പറഞ്ഞാലും ഓണം വിഷു ഒക്കെ ഇവിടെ സ്പെഷ്യൽ തന്നെയാണ്. കാരണം എല്ലാവരും ഒരുമിച്ച് കൂടുകയും എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് ഭക്ഷണമൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു ദിവസമാണ് ഇത്. ഇവിടെ മാത്രമല്ല കേട്ടോ, ഇങ്ങനെ ഇതുപോലുള്ള തറവാടുകളും വേറെയുണ്ട്. അവിടെ ഇങ്ങനെയുള്ള പരിപാടികളും നടക്കാറുണ്ട്. ഈ കുത്ത് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്നത് ഒന്നും നെല്ലല്ല കേട്ടോ, കാപ്പിയാണ്. ഇവിടുന്ന് കഴിക്കുന്ന ചോറിനുള്ള അരി ഇവിടുന്ന് ഉണ്ടാക്കുന്നത് പോലെ തന്നെ കാപ്പി കുടിക്കാനുള്ള കാപ്പിപ്പൊടി ഇവിടെ തന്നെയാണ് ഉണ്ടാക്കാറ്. തറവാടിന് സ്വന്തമായിട്ട് കാപ്പിയൊക്കെ ഉണ്ടല്ലോ. ഇനി കാപ്പി പൊടിക്കണമെങ്കിൽ കടയിൽ ചെല്ലണം, അത് വേറൊരു കാര്യം. അപ്പോഴേക്കും ഇതാ നീതൊക്കെ വന്ന് ഇതെങ്ങനെയാ കുത്തുക എന്നുള്ളത് പഠിക്കുകയാണ്. കാരണം ഞങ്ങളൊക്കെ പഠിക്കാനായിട്ട് വേറെ വേറെ സ്ഥലങ്ങളിലായിരുന്നു. അതുകൊണ്ട് ഈ വക കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് അത്ര വലിയ പരിചയമില്ല. എങ്കിലും അറിഞ്ഞിരിക്കാലോ എന്ന് വിചാരിച്ചും ഒരു എക്സൈറ്റ്മെന്റിന് പുറത്തും പഠിക്കുന്നതാണ്. ഇതൊന്നും ചെയ്ത് വശം വരാതെ ഒറ്റത്തവണ ചെയ്തുകൊണ്ടൊന്നും പഠിക്കില്ല. അപ്പോഴേക്കും കാപ്പി കുത്താൻ ഇതാ വിശിഷ്ട വ്യക്തികളൊക്കെ വന്നിട്ടുണ്ട്. കഴിഞ്ഞ തവണ നെല്ല്
നെല്ല് കുത്തുന്ന ഒരു വീഡിയോ ഞാൻ ഷോർട്സ് ആയിട്ട് ഇട്ടപ്പോഴേക്കും അതിന്റെ അടിയിൽ കണ്ടൊരു കമന്റ് ആണ്, ഈ നെല്ല് കുത്തുന്ന കുഴിക്കകത്ത് കല്ല് വല്ലതും ഉണ്ടോന്ന്. അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. കുഴി മൊത്തത്തിൽ മണ്ണുകൊണ്ടുണ്ടാക്കിയതാണ്. അതുകൊണ്ട് അറിയാത്തവർ കുത്തിക്കഴിഞ്ഞാൽ ആ കുഴിയുടെ സൈഡൊക്കെ കുത്തിപ്പൊട്ടിക്കും. അപ്പോഴേക്കും അവിടെയുള്ള ഒരു ചേട്ടൻ ഐസ്ക്രീമും വിറ്റുകൊണ്ട് വന്നു. പിന്നെ അങ്ങോട്ട് പറയണ്ടല്ലോ, അവിടെയുള്ള ചെറുത് മുതൽ വലുത് വരെയുള്ള എല്ലാ ആൾക്കാരും ഐസ്ക്രീം വാങ്ങിക്കുന്നു, ഐസ് വാങ്ങിക്കുന്നു, എന്തൊക്കെയായിരുന്നു. എന്തായാലും ഇങ്ങോട്ട് വന്നത് ആ ചേട്ടന് നല്ല ലാഭമായെന്ന് തോന്നുന്നു. അതിന്റെ ഇടയിൽ 2-3 തവണ ചെറിയമ്മ ഞാൻ തിന്ന് പകുതിയാക്കി ഐസ് മേടിച്ചുകൊണ്ട് പോയിട്ട് പുതിയ ഐസ് എനിക്ക് തന്നോണ്ടിരുന്നു. നല്ല ചൂടുകൂടി ആയിരുന്നുകൊണ്ട് ഐസ് കിട്ടിയതിൽ വളരെ സന്തോഷം. എന്റെ അച്ഛനൊക്കെ ഇത് ഐസും വാങ്ങിച്ച് തിന്നുകൊണ്ട് കിടക്കുന്നു. ശരിക്കും പറഞ്ഞാൽ അപ്പോഴേക്കും ഭൂരിഭാഗം പേര് അവിടുന്ന് പോയിട്ടുണ്ടായിരുന്നു. ഇല്ലായിരുന്നെങ്കിൽ ഇതിലും ആൾക്കാരുണ്ടായിരുന്നു ഞാൻ ഐസ് വാങ്ങിച്ചു തിന്നാനായിട്ട്. ഞാൻ പറഞ്ഞില്ലേ, ഈ തറവാട്ടിലുള്ള ആൾക്കാരല്ലാതെ വേറെ ആൾക്കാർ ഇവിടെ വന്ന് നേർച്ചയൊക്കെ കൊടുക്കാൻ വരുന്നു. ഇത് ഞങ്ങളുടെ വീടിനടുത്തുള്ള ഒരു ചേച്ചിയും അവരുടെ ഫാമിലിയാണ്. അവരും നേർച്ച കൊടുക്കാൻ വന്നേക്കുന്നതാണ്. പിന്നെ നമ്മുടെ തറവാട് ഭയങ്കര അടിപൊളിയാണല്ലോ. ഇവിടെ വരുന്ന ആർക്കാർ 2 ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പോവാതിരിക്കാൻ തോന്നുന്നു. അതുകൊണ്ട് അവര് ഫോട്ടോഷൂട്ടൊക്കെ നടത്തിയിട്ടാണ് പോയത്. വൈകുന്നേരമൊക്കെ ആയപ്പോഴേക്കും ചേട്ടന്മാരെല്ലാവരും രാത്രി പൊട്ടിക്കാനുള്ള പടക്കമൊക്കെ ആയിട്ട് വന്നു. പടക്കം പൊട്ടിച്ച് തുടങ്ങുന്നതിന് മുൻപും കുറച്ച് ചടങ്ങൊക്കെ ഉണ്ട്. ഇതിനകത്ത് കമ്പിത്തിരി, പൂത്തിരി, ചക്രവാണം, മോലപ്പടക്കം തുടങ്ങിയുള്ള എന്തൊക്കെയോ സാധനങ്ങളുണ്ട്. എല്ലാത്തിന്റെ പേരൊന്നും എനിക്ക് അറിയാത്തതുകൊണ്ട് പറയാതിരിക്കുന്നതല്ലേ നല്ലത്. ഇനി ഇതൊക്കെ പെറുക്കി കൊണ്ടുപോയി കണ്ടെത്തി കൊണ്ടുപോയിട്ടാണ് സെറ്റ് ചെയ്യാൻ. അപ്പം നമുക്ക് അത് കാണാം. ഇനി നമ്മൾ കാണാൻ പോകുന്നത് വെടിക്കെട്ടിന് മുൻപുള്ള കുറച്ച് ചടങ്ങാണ്. ഇപ്പൊ കേട്ട ഗോവിന്ദൻ വിളിയൊന്നും കേട്ട് ആരും ഞെട്ടണ്ട, ഇതൊക്കെ ഇതിന്റെ ഒരു ഭാഗമാണ്. ഇപ്പൊ ഈ സമയത്തൊന്നും ഇവിടെ ആരും വന്നിട്ടുണ്ടാവില്ല, കാരണം വെടിക്കെട്ടിനുള്ള തയ്യാറെടുപ്പൊക്കെ നടക്കുന്നല്ലേ ഉള്ളൂ. ഇപ്പൊ എല്ലാവരും അവരുടെ വീട്ടിൽ സ്വന്തം പണിത്തിരക്കൊക്കെ ആയിരിക്കും. അത് കഴിഞ്ഞ് എല്ലാവരും ഇവിടെ വന്ന് പായസമൊക്കെ വെക്കും. രാവിലെയും പായസം ഉണ്ടായിരുന്നു, ഇനി വൈകിട്ടും പായസം ഉണ്ട്. അപ്പൊ വിഷുവിന്റെ പകലുള്ള എല്ലാ പരിപാടികളും കഴിഞ്ഞു. ഇനി രാത്രി കുറച്ച് പരിപാടിയുണ്ട്. വൈകുന്നേരം നമ്മൾ പായസം വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ അതിൻ്റെ ക്ലിപ്സ് ഒന്നും ഞാൻ എടുത്തിട്ടില്ല. കാരണം രാവിലത്തെ സദ്യ വെക്കുന്നതിൻ്റെ തന്നെ കുറേ ക്ലിപ്സ് ഉണ്ട്. സോ നമ്മൾ അതെടുത്തിട്ടില്ല. ഇനി നമ്മൾ ആകാശവിസ്മയ കാഴ്ചകൾ കാണാൻ പോവാണ്. ഓക്കെ, നമുക്കത് പോയി കണ്ടിട്ട് വരാം. വെടിക്കെട്ടിനുള്ള പടക്കത്തിനുള്ള തിരി കൊളുത്തുന്നത് ഇതേ അമ്പലത്തിൽ നിന്നുള്ള വിളക്കിൽ നിന്നായിരിക്കും.
അങ്ങനെ രാത്രി ആയപ്പോഴേക്കും എല്ലാവരും എല്ലാ പരിപാടികളും തീർന്ന് വീട്ടിലോട്ട് പോയി. ആദ്യമായിട്ട് ഞാൻ ചെയ്യുന്ന ലോങ് വീഡിയോ ആയതുകൊണ്ട് തന്നെ ഒരുപാട് തെറ്റുകളൊക്കെ കാണും. അതൊക്കെ എല്ലാവരും ക്ഷമിക്കുക, എന്നിട്ട് തെറ്റുകളൊക്കെ പറഞ്ഞു തരിക. എല്ലാവരും വിഷു ഒക്കെ നന്നായിട്ട് ആഘോഷിച്ചെന്ന് കരുതുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ ബൈ.